അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള അധ്യക്ഷൻ ഹുസൈനാർ തളങ്കര, ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തത് കീഴൂർ മംഗലാപുരം സംയുക്ത ഖാദി സമസ്ത ജില്ലാ പ്രസിഡന്റുമായ താക്ക ഉസ്താദ്, മജീദ് വാക്കുബി ഉസ്താദ്, മറ്റുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, ഈ ഉറൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഒരു കാര്യമാണ് ഉലമ ഉമറ കൺവെൻഷൻ. ജനങ്ങൾ അറിവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് പണ്ഡിതന്മാർ, ഉലമാക്കൾ, ആ ഉലമാക്കൾക്ക് താങ്ങും തടലുമായി നിൽക്കുന്നതായ ഉമറാക്കൾ, ഇവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശരിയായ പ്രാസിംഗിന് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വെറുതെ ഇരിക്കുന്നതിന് പകരമായിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ്. ഈ ഉലമ സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹ നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദ നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഉലമാ നന്നായാൽ, ഉലമാവിന് മറ്റൊരാൾ നന്നാക്കല്ല, അവർ സ്വയം നന്നാകണം. ഒരു ആലിമ് നന്നാക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് സൂറത്ത് തൗബയിൽ പറഞ്ഞതായ 5 വിശേഷതകൾ മജീദ് ബാക്കി ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ചു. അപ്പൊ നമ്മുടെ ഉമറാക്കൾ സ്വന്തമായി നന്നാകണം, അവര് മറ്റാരും പിടിച്ച് നന്നാക്കലല്ല. ഉസ്താദെ നിസ്കരിക്ക്, ഉസ്താദെ സകാത്ത് കൊടുക്ക്, ഇങ്ങനെ പറയലില്ല. അവർ സ്വതവേ നന്നാക്കണം. ഈ സ്വതവേ നന്നാക്കുന്ന നേരത്തിൽ അവർ ആത്മീയമായിട്ട് റബ്ബിനെക്കുള്ള അടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അറിവിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഉമറായി വേണം. ആ ഉമറായിന്റെ ഔസാമുകളാണ് സൂറത്ത് തൗബയിൽ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ മഹല്ലത്തിനെയും നാം ഭദ്രമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാരങ്ങളിൽ വരച്ചു നിർത്തണം. കാരണം കാലത്തിന് മാറ്റം വന്ന് ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാറും കൂട്ടരും മലബാറിലേക്ക് വന്നപ്പോൾ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവർക്ക് മണ്ണും പെണ്ണും കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തത്. കാരണം എന്താ? അവരുടെ ആത്മീയത. അവരെ മുഖം കണ്ടാൽ ആർക്കും ആദരിക്കാതെ കണ്ടിരിക്കാൻ സാധ്യമല്ല, തള്ളിപ്പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഒരു മഹല്ലത്തിനെ നന്നാക്കുന്ന നേരത്ത് ഇന്ന് ഒരു ഭാഗത്ത് യുക്തിവാദികൾ, ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ, ഒരു ഭാഗത്ത് ബിദഈ പ്രസ്ഥാനങ്ങൾ, മറ്റൊരു ഭാഗത്ത് നബി പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിന് ഗവേഷണം ചെയ്തുകൊണ്ട് തീരുമാനിക്കാൻ പറ്റൂ ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എന്താകണം? ഞാൻ ഭദ്രമായി നിൽക്കണം. ഉലമാവും ഉമറാവും ഒത്തൊരുമിച്ച് നിന്നാൽ സലഹന്നാസുകുല്ലു, എല്ലാവരും നന്നാകും, എല്ലാ മഹല്ലത്തും നന്നാകും. ഏത് മഹല്ലത്തിൽ പോയാലും ബാങ്ക് കൊടുത്താൽ ജമാഅത്തിനായി ഉമറാക്കൾ നാട്ടിലുണ്ടെങ്കിലെത്തും. ഉലമാവ് പള്ളിയിൽ തന്നെ താമസിക്കുന്നവരായിരിക്കും, അവരും അവിടെ ഉണ്ടാകും. പള്ളിയിൽ താമസിക്കാതെ ഉലമാണെങ്കിലോ അവർ ഏത് ദിശയിലാണോ അവർ താമസിക്കുന്നത് അവിടെ അവര് ആ കാര്യം നിർവഹിക്കുക തന്നെ ചെയ്യും. ഒയിലാ ഫസദ ഫസദ നാസുകുല്ലു, നബിയ പറയുന്നത്. ഈ 2 കൂട്ടർ മോശമായി. ഉലമാവ് ഒരു ഇഹ്തിയാത്തുള്ളവരല്ല, സൂക്ഷിക്കുന്നവരല്ല. നഈമു സമാനിനാ വൽ ഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവാനാ. സാബിതങ്ങൾ പറഞ്ഞില്ലേ, ആൾക്കാർ പറയും കാലത്തിന്റെ ദോഷമാണെന്ന് പറയും. ഈ കാലത്തിന്റെ ദോഷമാണ്, ഈ കാലം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. നഈമു സമാനന, കാലത്തിന് നമ്മൾ എന്തായാലും കുറ്റം പറയും. പക്ഷേ ഒമാലി സമാനിന ഐബുൻ സിവാന, നമ്മളാണ് ആ കാലഘട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവര്. എന്നാൽ ആ കാലത്തിന് എന്തില്ല, ലാ തസബ്ബു ദഹ്റ അനി ദഹ്ർ,
നിബിധങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു തആല ഖുദ്സിൽ പറഞ്ഞല്ലോ, നിങ്ങൾ കാലഘട്ടത്തിന് ചീത്ത പറയണ്ട. അനന്തർ ഞാൻ കാലഘട്ടത്തിന് ഇങ്ങനെ സഞ്ചരിപ്പിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ഉലമാക്കളും ബഹുമാനപ്പെട്ട ഉമറാക്കളും വേണ്ടതുപോലെ ശ്രദ്ധിച്ച് എല്ലാ മഹല്ലത്തുകളെയും, എല്ലാ മഹത്വത്തിനും ഒരു പരിധിയുണ്ടല്ലോ. യാത്ര പോകുന്ന അവസരത്തിൽ അവന്റെ നാട്ടിന്റെ മഹല്ലത്തിൽ അഞ്ഞു കടന്നാലേ അവർക്ക് കസ്ബം ജമ്മക്ക് ആക്കാൻ പറ്റുള്ളൂ. അപ്പം നാട്ടിന് ഒരു അതിര് വേണം, ഒരു ബൗണ്ടറി വേണം. അങ്ങനെയുള്ളതായ ആ ഒരു ബൗണ്ടറിയിൽ ഒരു ജമാഅത്ത് പള്ളി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദ്രസ ഉണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട ബാധ്യത ഉലമാവിനുണ്ട്. അതേപോലെ അതിന് ഉമറാവിനുമുണ്ട്. അതൊക്കെ വേണ്ടതുപോലെ നിർവഹിക്കാൻ റബ്ബ് തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും, ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീൻ തങ്ങളുടെ ഉറൂസ് 5-ാം ദിവസം കഴിഞ്ഞ് 6-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഉറൂസ് സ്വയന്റെ അടിസ്ഥാനത്തിൽ ഒരു ബഹുമാനിക്കപ്പെടുന്ന നിലക്ക് ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വദിക്റുസ് സാലിഹീന കഫാറ, അംബിയാക്കന്മാരുടെ ചരിത്രം എന്ന് പറയുന്നത് ഇബാദത്താണ്. വദിക്റുസ് സാലിഹീന കഫാറ, സൽജനങ്ങളുടെ മാലിക് ദീനാർ പോലത്തതായ മഹാത്മാക്കളെ, അതേപ്രകാരം തന്നെ മഹാത്മാക്കളായ ഔലിയാക്കന്മാരൊക്കെ മതേ പറയൽ കഫാറത്തുൻ, നിങ്ങളെ കുറ്റത്തെ മോചിപ്പിക്കുന്നതാണ്, കുറ്റത്തെ പുറത്തു തരുന്ന കാര്യമാണ്. അപ്പൊ ആ നിലക്ക് ആ ഉറൂസിൽ അറിയിക്കുന്നതിലൊക്കെ ബഹുമാനത്തോടുകൂടി നമുക്ക് ഒരുമിച്ച് കൂടുവാനും അവരെ മദത് കൊണ്ട് നമ്മുടെ എല്ലാ പാവങ്ങളെയും വിട്ടുപുറത്ത് സൽജനങ്ങൾ കൂട്ടിത്തരുകയും, അതേപ്രകാരം തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഞാനടക്കം, താക്ക ഉസ്താദ് അടക്കം, ഈ കമ്മിറ്റി ഭാരവാഹികൾ അടക്കം ധാരാളം ആളുകൾ രോഗികളാണ്. റഹ്മാനായ തമ്പുരാനെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, മാലിക്കുദ്ദീനാരുടെ അക്കദാ ബറക്കത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ രോഗം നീ ശിഫയാക്കി തന്നെ തമ്പുരാനെ. റബ്ബേ, നീയാണ് ഷാഫി, നിന്നോടല്ലാതെ നിങ്ങൾ ചോദിക്കാൻ മറ്റൊരു വഴിയുമില്ല. നിങ്ങളുടെ രോഗം നീ അറിയുന്നവനാണ്. ഏതേത് രോഗമാണെങ്കിലും നീ ശിഫയാക്കി തന്ന റബ്ബേ, ആഫിയത്തോട് ദുർകാശം ദീനി ഹിദമത്തിലായിക്കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് നൽകുന്ന റബ്ബേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.